കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് എറണാകുളം ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു. മാർച്ച് മാസത്തിൽ മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും ഇതിന്റെ ഭാഗമായി നടന്നു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് എറണാകുളം ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ ഒ.സി. അശോകൻ നഗറിലാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് കെ.എൻ. ഷിബു പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സേവ്യർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സമ്മേളനത്തിന് ശേഷം അകാലത്തിൽ നമ്മളോട് വിട പറഞ്ഞ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും ആലുവ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവുമായിരുന്ന ശ്രീ ഒ.സി. അശോകൻ, പറവൂർ മേഖലയിലെ ഓപ്പറേറ്റർമാരായിരുന്ന സുമേഷ് ജി.പി., രാജു ടി.ജെ., ശശി പി.എൻ. എന്നിവരുടെ വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഓരോ മരണവും മണ്ണിൽ അവശേഷിക്കുന്നത് 1000 ഓർമ്മകൾ കൂടിയാണ്. സമ്മേളനത്തിന്റെ കാലയളവിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലായി പതിറ്റാണ്ടുകൾ തിളക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് വിട പറഞ്ഞത്. കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായിരുന്നവർ, ഭരണാധികാരികളായ ജനപ്രതിനിധികൾ, ധീര ജവാന്മാർ, ആരോഗ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, നിത്യ ജീവിതത്തോട് അകാലത്തിന്റെ യവനുകളിൽ മറഞ്ഞ സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാ ആളുകളുടെയും വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാരായിരുന്ന സന്തോഷ് ആലപ്പുഴ, സൂസി ജോർജ് കുട്ടനാട്, മനോജ് കണ്ണൂർ, രാധാകൃഷ്ണൻ കുന്നംകുളം, വിനോദ് പി. എ. റാന്നി, രാജേഷ് ഇരിട്ടി, ശ്രീമുരുകൻ കൊല്ലം, സി.ടി. രാജേഷ് പയ്യന്നൂർ, ബിജു എം.ജി. ചേർപ്പ്, ദിനേശൻ പി. കണ്ണൂർ, കെ.ഒ. പ്രശാന്ത് മട്ടന്നൂർ, മധുസൂദൻ കണ്ണൂർ, വിനോദ് കെ. കൊല്ലം, സജീവൻ മട്ടന്നൂർ, നിക്സൺ മൂന്നാറ്, ജോയ്കുട്ടി എബ്രാഹിം കണ്ണൂർ, പി.വി. കരുണാകരൻ കണ്ണൂർ, ഷാജി മാന്നാർ, പ്രദീപ് കുമാർ തിരുവനന്തപുരം, ഷിഹാബുദ്ദീൻ ചാരുമോട്, സുരേഷ് കുമാർ നെടുങ്ങാട്, ടി.പി. സുരേഷ് കൂത്തുപറമ്പ്, രൂപേഷ് നെന്മാറ, ഹിദായത്തുള്ള കൊല്ലം, സതീശൻ പിള്ള പുനലൂർ, റിൻസൻ വർഗീസ് ചേലക്കാട്, ചക്രപാണി കുട്ടനാട് എന്നിവരുടെ നിര്യാണത്തിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. മാർച്ച് 28, 29, 30 തീയതികളിലായി മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച എറണാകുളം ജില്ലാ സമ്മേളനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി P.B. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോലുള്ള ഒരു ബിസിനസ് ജില്ലയ്ക്കകത്ത് എല്ലാ മാസത്തിലും നമ്മൾ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നു. താഴെത്തട്ടിലുള്ള മുഴുവൻ ഓപ്പറേറ്റർമാർക്കും പങ്കാളിത്തമുള്ള നമ്മുടെ മേഖലാ ജനറൽ ബോഡി യോഗങ്ങൾ നമ്മൾ ചേരുന്നു. ഇത്തരം യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് ഡിസ്ട്രിബ്യൂഷൻ്റെയും സബ് ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രവർത്തനങ്ങളും പ്രവർത്തന പോരായ്മകളും അല്ലെങ്കിൽ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ഈ സംഘടനാ യോഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ അതാത് ഡിസ്ട്രിബ്യൂഷൻ്റെയോ സബ് ഡിസ്ട്രിബ്യൂഷൻ്റെയോ പ്രതിനിധികൾക്ക് അവിടെ ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ യോഗങ്ങളെ കൊണ്ട് കാര്യമില്ല. അവർ നേരിടുന്ന ബിസിനസ് പരമായി അവർക്കുള്ള കുറവുകളോ പോരായ്മകളോ ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയിൽ അത് എത്തുന്നില്ല എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് ഈ ബിസിനസ് ജില്ല എന്ന ആശയം അത് പൂർണ്ണമായി നടപ്പിലാക്കണം എന്ന് നമ്മൾ ഭരണഘടനാപരമായ ഒരു ഭേദഗതിയിലൂടെ തന്നെ ഒരു തീരുമാനം കൊണ്ടുവന്നത്. കഴിഞ്ഞ കൺവെൻഷനിലാണ് പുതിയ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. നമുക്കറിയാലോ, നമ്മൾ 2002 കോഴിക്കോട് വെച്ച് നടന്ന 2ാം സംസ്ഥാന സമ്മേളനത്തിലാണ് നമുക്ക് നിയതമായ കൃത്യമായിട്ടുള്ള ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുന്നത്. തുടർന്ന് നടന്ന സമ്മേളനങ്ങളിലും കൺവെൻഷനുകളിലും ഒക്കെ തന്നെ അതാത് കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഭരണഘടന ഇങ്ങനെ പുതുക്കി നമ്മൾ വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ കൺവെൻഷനിലാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അതിൽ അവ്യക്തമായ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ വ്യക്തത വരുത്തി. മാത്രമല്ല, ഈ ബിസിനസ് ജില്ല എന്ന ആശയം അത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് റവന്യൂ ജില്ലകളല്ല അസോസിയേഷൻ്റെ ജില്ലാ ഘടകങ്ങൾ എന്ന് പറയുന്നത്, അത് ബിസിനസ് ജില്ലകളാണ് എന്ന തരത്തിലേക്ക് നമ്മൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അതിനെ തുടർന്നാണ് എറണാകുളം ജില്ലയിൽ ഈ മാറ്റം വന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് കെ.എൻ. ഷിബു അധ്യക്ഷത വഹിച്ചു. കേബിൾ ടി.വി. ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന KSEB പോളുകൾക്ക് റൈറ്റ് ഓഫ് വേ നിയമപ്രകാരമുള്ള 100 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി വിധി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മൾക്ക് ബിസിനസ് സാധ്യതകൾ ഒട്ടേറെയുണ്ട്. അങ്ങനെ ഈ ബിസിനസ് സാധ്യതകൾ ലക്കാക്കിക്കൊണ്ട് ഇവിടെ പുതിയ കമ്പനികൾ രൂപപ്പെടുന്നു. നമ്മുടെ സംഘടനകളിൽ തന്നെ പുതിയ കമ്പനികൾ രൂപപ്പെടുന്നു.
നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ജില്ലകളിൽ നിന്ന് പോലും നിക്ഷേപം ഇറക്കിക്കൊണ്ട് ഇവിടെ കമ്പനി ഉണ്ടാക്കി. ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ജില്ലയുടെ ഭാഗമായിട്ട് നിരുന്ന പിറവം മേഖല അവർ കാലങ്ങളായിട്ട് ഒരു പൊതുസംവിധാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പൊതുസംവിധാനം നിലവിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവരായിരുന്നു. പക്ഷേ ബിസിനസ് ജില്ല എന്നുള്ള നിലയിൽ സിഗ്നൽ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ID എടുത്തത് എവിടെ നിന്നാണോ ആ രീതിയിൽ ബിസിനസ് നടത്തണം, ആ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ബൈലോ പാസ്സാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് 27 അംഗങ്ങളടങ്ങുന്ന പിറവം മേഖലയാണ്. ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ TS സന്തോഷ് സാമ്പത്തിക റിപ്പോർട്ടും, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദിഖ് സംഘടനാ റിപ്പോർട്ടും, സുരേഷ് കുമാർ PM ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു. KCCL ചെയർമാൻ K ഗോവിന്ദൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് PS, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR രാജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് പട്ടണം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെയൊക്കെ ബിസിനസ് മേഖലയിൽ ജിയോ പോലെയുള്ള കമ്പനികൾ ഇത്തരത്തിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അത് ഇന്ത്യൻ സമൂഹം എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും സമ്പന്നരായിട്ടുള്ള ആളുകൾ ക്യൂ നിന്നത്. അപ്പോൾ സൗജന്യം കിട്ടിയാൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഭേദമില്ലാതെ ആ സൗജന്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിലാണ് നമ്മൾ ഏറെ വെല്ലുവിളികൾ ഉള്ള ഈ മേഖലയിൽ തൊഴിൽ ചെയ്തു വരുന്നത്. നാളുകളിലും നമ്മൾക്ക് ഇത്തരം സൗജന്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സൗജന്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ജിയോ പോലെയുള്ള വൻകിട കമ്പനികൾ നൽകുന്ന സൗജന്യത്തിനൊപ്പം നിൽക്കുന്ന സൗജന്യങ്ങൾ പ്രഖ്യാപിക്കാനോ കൊടുക്കാനോ ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ള ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഇത്തരം സൗജന്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന ചില മേന്മകൾ നമ്മളെപ്പോലെയുള്ള ചെറുകിട ഓപ്പറേറ്റർമാരുടെ കയ്യിൽ ഉണ്ട്. പുതിയ ഭാരവാഹികളായി KN വേലായുധൻ പ്രസിഡന്റ്, സണ്ണി സേവ്യർ വൈസ് പ്രസിഡന്റ്, സുധീഷ് പട്ടണം സെക്രട്ടറി, സുഭാഷ് B നായർ ജോയിന്റ് സെക്രട്ടറി, KR രാജീവ് ട്രഷറർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.